നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കാര്യം പറയുന്നതിന് മുൻപ് ഞാനൊന്ന് ക്ഷമ ചോദിച്ചോട്ടെ. കുട്ടികളുടെ ജാതകങ്ങൾ തമ്മിൽ ചേരില്ല എന്ന് പറഞ്ഞല്ലോ. അത് ജോത്സ്യനൊരു അബദ്ധം പറ്റിയതാ. ഇന്നാ അദ്ദേഹം ഇക്കാര്യം വന്ന് പറഞ്ഞത്. അറിഞ്ഞ നിമിഷം തന്നെ ഞാനിങ്ങി പോന്നു. അല്ല, അതിപ്പോ ഞാൻ അന്നേ പറഞ്ഞില്ലേ, വെട്ടിമുറിക്കാൻ പറ്റാത്തൊരു ബന്ധം മോളോടുള്ളതുപോലെ എനിക്ക് തോന്നുന്നു. ഇവളെ എനിക്ക് വേണം. ഞാൻ ഗ്രഹനില തിരിച്ചു വാങ്ങാനാ വന്നത്. ഇനിയിപ്പോ നമുക്ക് രണ്ടു കൂട്ടർക്കും കൂടി നിങ്ങൾക്ക് വിശ്വാസമുള്ളൊരു ജോത്സ്യന്റെ അടുത്ത് പോവാം. എന്നിട്ട് തീയതിയും മറ്റും തീരുമാനിക്കാം. എന്താ? അത് നടക്കില്ലമ്മേ. എന്റെ വിവാഹം ഉറപ്പിച്ചു. ഇത്ര പെട്ടെന്നോ? അങ്ങനെ വേണ്ടി വന്നു. ആരാ? നള്ളിയുടെ മോന വിമല് തീയതിയും കുറിച്ചു. கல்யாணம் உറപ്പിച്ചാച്ചാ നീയുമായിട്ടാ? നല്ല ഇരിക്കപ്പ. എന്തേ, തനിക്ക് വിശ്വാസമായില്ലേ? ഇല്ല, ഒട്ടും വിശ്വാസമില്ല. സുജാത മാഡം വന്നിരിക്കുന്നത് ജീവൻ സാറിന്റെയും ഇവിടുത്തെ കുട്ടിയുടെയും കല്യാണം ഉറപ്പിക്കാൻ വേണ്ടിയാ. അത് തീരുമാനിച്ചதுக்கு അപ്പുറത്തെ മാഡം ഇവിടം വിട്ടു പോകും. മര്യാദക്ക് പെണ്ണുമ്പോളെ വിളിച്ച് സ്ഥലം വിട്ടു. അമ്മ വന്ന് കണ്ടാലേ ഇവിടെ എന്തോ നടക്കുന്നെന്ന് പറയാൻ പറ്റില്ല. എന്നാ നടക്കും? അമ്മാവനെ എന്റെ അമ്മയ്ക്ക് കുറച്ച് കാശ് കൊടുക്കാനുണ്ട്, ലക്ഷങ്ങള്. അമ്മ അത് തിരിച്ചു ചോദിച്ചു. അങ്ങനെയാ കല്യാണം ഉറപ്പിച്ചത്. എന്റെ നിത്യയുടെയും കല്യാണമേ നടക്കൂ. എന്താടാ? ആ പെണ്ണുമ്പോൾ അകത്തുണ്ടമ്മേ. അവര് കല്യാണം ഉറപ്പിക്കാൻ വന്നാന്ന്. അത്രയ്ക്കായോ? എന്നടാ പൈത്യമാച്ചാടാ ഇവർക്ക്? നല്ലേ, നീ എന്തായി കളിക്കുന്നേ? പശു ചത്ത് മോരിലെ പുളിയും പോയി. പിന്നെ നിങ്ങൾ എന്തിനാ അങ്ങോട്ട് കെട്ടി എടുത്തേക്കുന്നേ? നല്ലേ, നീ ഏട്ടൻ ഒന്നും സംസാരിക്കണ്ട. നിങ്ങൾ ഇപ്പൊ ഇവിടെ ഇറങ്ങണം. അമ്മായി, എന്താ ഇത്? അച്ഛനും മോളും കൂടെ വിളിച്ചു വരുത്തിയതാണോ? അതോ സ്വന്തം ഇഷ്ടത്തിന് വന്നതാണോ? ഞാൻ എന്റെ ഇഷ്ടത്തിന് വന്നതാണ്. കുട്ടികളുടെ ജാതകം നോക്കിയ ജോത്സ്യന് ഒരബദ്ധം സംഭവിച്ചു. സത്യത്തിൽ ജാതകങ്ങൾ തമ്മിൽ പൊരുത്തമുണ്ട്. പൊരുത്തമുണ്ടോ? എനിക്ക് അമ്മയും മോനും കൂടെ പൊരുത്തം വെച്ചോണ്ട് വീട്ടിൽ ഇരുന്നാ മതി. ഇവിടെ കയറി നിരങ്ങണ്ട. നിങ്ങൾ ഇറങ്ങാൻ നോക്ക്. ഇറങ്ങാനല്ലേ പറഞ്ഞത്? നളിനി, നീ ബഹളം വെക്കണ്ട, അവര് പോയിക്കോളും. ഏട്ടനൊന്നും പറയണ്ട, ഇറങ്ങ. ഹലോ 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 ഹലോ, നിക്ക് നിക്ക്. അതെ, ഇപ്പൊ വന്നത് വന്നു. ഇനി മേല അമ്മയും മക്കളും കൂടി ഈ പടി ചവിട്ടരുത്. വിവാഹം ഉറപ്പിക്കാനുള്ള കാരണം എന്താണെന്ന് ഇവരെന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷേ നിങ്ങളുടെ പെരുമാറ്റം കണ്ടാൽ എനിക്കറിയാം ഇതെന്തോ ചതിയാണെന്ന്. നിങ്ങൾ ആരെ വേണം പിള്ളേ? മജിസ്ട്രേറ്റോ?
കണ്ണി കണ്ടവന്റെ കുടുംബത്തിൽ കയറി അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കാൻ നിങ്ങൾക്ക് ആരാ ലൈസൻസ് തന്നത്? അതെ ശ്യാമളേച്ചി, ശ്യാമളേച്ചി, നിങ്ങളുടെ കുടുംബത്തില് കല്യാണം കഴിക്കാൻ പ്രായമായ പെൺപിള്ളാരുണ്ടോ? എങ്കിലേ ദാ മാഡത്തിനോട് പറഞ്ഞാ മതി, എല്ലാം ശരിയാക്കി തരും. രമണേച്ചി, രമണേച്ചി, പിന്നെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ. ആദ്യം ചിലപ്പോ ജാതകം തമ്മിൽ ചേരില്ലെന്നൊക്കെ പറയും. അത് കഴിഞ്ഞിട്ട് ഇവര് തന്നെ അങ്ങ് ശരിയാക്കി തരും. നളിനി, ആക്ഷേപിച്ചത് മതി. ഏട്ടാ, ഇവർക്കേ അമ്മയ്ക്കും മക്കൾക്കും ഇടയ്ക്കിടയ്ക്ക് കൊട്ടാനുള്ള ചെണ്ടയല്ല ഇവള്. മര്യാദക്ക് ഇറങ്ങി പോവാൻ പറ, ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തു പോവേ. എന്റെ മകന്റെ ഭാര്യയായി നിത്യ സ്വീകരിക്കാനാ ഞാൻ വന്നത്. ഇനി നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോവില്ല. പോകണമെങ്കിൽ എന്നോട് നിത്യ പറയണം. അച്ഛനും മോളും കൂടെ വിളിച്ചു വരുത്തിയതാണല്ലേ. മര്യാദയ്ക്ക് ഇവരോട് ഇറങ്ങി പോവാൻ പറയുന്നോ അതോ ഞാൻ തല്ലി ഇറക്കണോ? അമ്മ പോയിക്കോ അമ്മ. അമ്മയുടെ ആഗ്രഹം നടക്കില്ല. ഇതെന്റെ വിധിയാണ്. അതെ, കേട്ടല്ലോ, തികച്ചു കേട്ടല്ലോ. ഇനി ഇറങ്ങിക്കോ. ഞാൻ ഇറങ്ങുകയാണ്. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ദൈവം തീരുമാനിച്ചതിനപ്പുറത്തേക്ക് ആർക്കും ഒന്നും നേടാൻ പറ്റില്ല, എത്ര ഭീഷണിപ്പെടുത്തിയാലും. ഇനി ഇവിടെ ആര് വരണം വരണ്ടെന്നൊക്കെ ഈ നളിനിയെ തീരുമാനിക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.